ഹായ് എവരി വൺ, ഐ ആം അജിത് ആൻ്റണി. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ACCA TX പേപ്പറിലെ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. സെൽഫ് അസസ്മെൻറ്റ് ഫോർ ഇൻഡിവിജ്വൽസിൻ്റെ സെൽഫ് അസസ്മെൻറ്റ് എന്നുള്ള പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം ഒരുപാട് സ്റ്റുഡൻസിന് ഒത്തിരി ഡൗട്ട്സ് ഉള്ള ഏരിയ ആണ് ഈ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ടാക്സ് സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ്, CGT, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടാക്സുകൾ നമ്മൾ TX പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇൻകം ടാക്സ്, CGT, NIC ഈ മൂന്ന് കാര്യങ്ങളും ഒരു ഇൻഡിവിജ്വൽ പേ ചെയ്യേണ്ട ടാക്സാണ്, ഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ പേ ചെയ്യണം, എന്ന് പേ ചെയ്യണം, ഇത് പേയ്മെൻറ്റ് ലേറ്റായി കഴിഞ്ഞാൽ എന്തൊക്കെ പെനാൽറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, എന്തൊക്കെ പെനാൽറ്റീസ് വരാം, അതേപോലെ ലേറ്റായിട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ എത്ര ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോട്ടിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റി ടു ഇൻകം ടാക്സ് ആൻഡ് CGT. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു ടാക്സ് ഇയർ, UK ഒരു ടാക്സ് ഇയർ റൺ ചെയ്യണത് എന്ന് മുതലാണ്? 6th April മുതൽ 6th April ടു 5th April ആണ് അല്ലേ? ഒരു വർഷം 6th മുതൽ നെക്സ്റ്റ് ഇയർ 5th വരെയാണ് ഒരു ടാക്സ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സ് ഇയറിലെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? HMRCനെ നോട്ടിഫൈ ചെയ്യണം. അതായത് നമ്മുടെ ടാക്സ് റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണത് HMRC നമുക്കൊരു നോട്ടീസ് അയക്കും. ഓരോ ഇൻഡിവിജ്വൽസിനും HMRC ഒരു നോട്ടീസ് അയക്കണം. ഓക്കെ, HMRC ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു നോട്ടീസ് അയക്കും, നോട്ടീസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നോട്ടീസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ നോട്ടീസ് HMRC എന്ത് ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽസിനും സെൻഡ് ചെയ്യും. അപ്പോൾ ഈ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷം മാത്രം ഒരാൾ എന്ത് ചെയ്താൽ മതി? ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷം മാത്രം ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് HMRCയുടെ നോട്ടീസ് ഓഫ് റിട്ടേൺ മേ ബി നമുക്ക് റിസീവ് ആവാൻ ലേറ്റ് ആവാം. അതായത് നോർമലി നമ്മളോട് പറയുന്നത്, ഒരു ടാക്സ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു എക്സാമ്പിളായിട്ട് 2018-19 ടാക്സ് ഇയർ എടുക്കാം. 2018-19 ടാക്സ് ഇയർ എന്നായിരിക്കും എൻഡാവണത് 5th April 2019 ഈ ടാക്സ് ഇയർ എൻഡാവണത്. അപ്പോൾ ഈ ടാക്സ് ഇയർ കഴിഞ്ഞ് വിത്തിൻ 6 മന്തിനുള്ളിൽ HMRCയുടെ നോട്ടീസ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് HMRCനെ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ HMRCയുടെ നോട്ടീസ് കിട്ടിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കിട്ടിയതിന് ശേഷം നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ദെൻ ഈ ടാക്സ് ഇയർ കഴിഞ്ഞു 6 മന്തായിട്ടും HMRCയുടെ നോട്ടീസ് നമുക്ക് കിട്ടണില്ല, അങ്ങനെയാണെങ്കിൽ നമ്മളത് HMRCനെ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 2018-19 ടാക്സ് ഇയർ 5th April 2019 എൻഡായി. അപ്പോൾ ഈ ഡേറ്റ് മുതൽ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമുക്ക് HMRCയുടെ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പോൾ ഇവിടുന്ന് 6 മന്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 5th October 2019. അപ്പോൾ 2018-19 ടാക്സ് ഇയറിലെ നോട്ടീസ് ഓഫ് റിട്ടേൺ 5th October 2019 ആയിട്ടും നമുക്ക് റിസീവ് ആയിട്ടില്ലെങ്കിൽ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? HMRCനെ അത് നോട്ടിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ HMRCക്ക് ഒരു നോട്ടീസ് അയക്കും. ഓക്കെ, അതിന് നമ്മൾ നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി എന്നാണ് പറയുക. നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് പേയേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ഈ 5th October ആവട്ടെ എന്നിട്ടും വന്നില്ലെങ്കിൽ അയക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ, നോർമലി UK ടാക്സ് സിസ്റ്റം അനുസരിച്ചിട്ട് ടാക്സ് ഇയർ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? വേഗം തന്നെ നമുക്ക് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ 5th October വരെ ഒന്നും വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കുറച്ച് ലേറ്റായി, ടാക്സ് ഇയർ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി, നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടണില്ല, നമ്മൾ വേഗം എന്ത് ചെയ്യുക? HMRCനെ ഇൻഫോം ചെയ്യുക. എങ്ങനെ? നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി വഴി ഇൻഫോം ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഈ നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി ഈ 5th ഒക്ടോബറിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമ്മൾ HMRCക്ക് അയക്കണം. ഓക്കെ, ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇത് നോട്ടീസ് ഓഫ് റിട്ടേൺ വരണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേഗം നമ്മൾ HMRCനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ ഈ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോൾ 5th ഒക്ടോബർ ആയിട്ട് നമുക്ക് എന്ത് വന്നില്ല? നോട്ടീസ് ഓഫ് റിട്ടേൺ HMRC അയച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി HMRCക്കും അയച്ചില്ല. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി HMRCക്ക് അയച്ചില്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി വരും. ഓക്കെ, 5th ഒക്ടോബറിനുള്ളിൽ നമ്മൾ നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി HMRCക്ക് അയക്കണില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലേ ആവുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മേലെ പെനാൽറ്റി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയാൽ മാത്രം എന്ത് ചെയ്താൽ മതി? കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ HMRCനെ എന്ത് ചെയ്യണം? നോട്ടീസ് ഓഫ് ചാർജബിലിറ്റി വഴി HMRCനെ അത് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. ടാക്സ് ഇയർ കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഡേറ്റിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ആണ്. ഓക്കെ, ടാക്സ് റിട്ടേൺസ് നമ്മൾ എന്നാണ് ഫയൽ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ടാക്സ് പേയർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള 2 ഓപ്ഷൻസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേപ്പർ റിട്ടേൺ ആണ്. രണ്ടാമത്തേത് ഇലക്ട്രോണിക് റിട്ടേൺ. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പേപ്പർ വൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി. ഓക്കെ, അപ്പോൾ ഈ പേപ്പർ വൈസ് ആണ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ടാക്സ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ അറിയില്ലേ? നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഇൻകം, പ്രോപ്പർട്ടി ഇൻകം, ട്രേഡിംഗ് ഇൻകം തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻകംസും നമ്മളെടുത്തു, സെപ്പറേറ്റ് ചെയ്തു, 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ദെൻ നമ്മൾ ടാക്സബിൾ ഇൻകം ഫൈൻഡ് ചെയ്തു, ഇൻകം ടാക്സ് ലയബിലിറ്റി ഫൈൻഡ് ചെയ്യണു. ഇങ്ങനെയുള്ള ഈ കമ്പ്യൂട്ടേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി ഈ ടാക്സ് റിട്ടേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാക്സ് റിട്ടേൺ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ പേപ്പർ റിട്ടേൺ, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റിൽ പേപ്പർ വൈസ് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് HMRCക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ചെയ്യാം, ഓൺലൈനായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ ഇത് 2 രീതിയിലും ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് രണ്ടും ഡിഫറെൻറ്റ് ഡേറ്റ്സിലാണ്. അതായത് ഒരു ടാക്സ് ഇയർ കഴിഞ്ഞു, നമ്മൾ പേപ്പർ റിട്ടേണിലൂടെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ഒക്ടോബറിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം, പേപ്പർ റിട്ടേൺ ആണെങ്കിൽ. ഇലക്ട്രോണിക് റിട്ടേൺ ആണെങ്കിൽ കുറച്ച് ടൈമും കൂടി നമുക്ക് കിട്ടും. ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി വരെ നമുക്ക് സമയം കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ടാക്സ് ഇയർ കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി തന്നെ HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? HMRC പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ പേപ്പർ വൈസ് ആണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണതെങ്കിൽ ടാക്സ് ഇയർ 2018-19 ടാക്സ് ഇയർ ആണ്. 2019 ഏപ്രിലാണ് ഈ ടാക്സ് ഇയർ കഴിയുന്നുണ്ടാവുക. അപ്പോൾ പേപ്പർ റിട്ടേൺ ആണ് ഞാൻ ഫയൽ ചെയ്യണതെങ്കിൽ 31st ഒക്ടോബർ 2019 ഞാൻ പേപ്പർ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി ഇലക്ട്രോണിക് റിട്ടേൺ ആണെങ്കിൽ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി. അപ്പോൾ 2018-19 ടാക്സ് ഇയർ എപ്പോഴാണ് കഴിയുക? 2019 ഏപ്രിൽ. അത് കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി എന്ന് പറയുമ്പോൾ 31st ജാനുവരി 2020. ഓക്കെ, അപ്പോൾ ടാക്സ് റിട്ടേൺ ഞാൻ പേപ്പർ വൈസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് റിട്ടേൺ ഞാൻ പേപ്പർ വൈസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് 2019 31st ഒക്ടോബറിനുള്ളിൽ ഫയൽ ചെയ്യണം. ഇലക്ട്രോണിക്കലിയാണ് ഫയൽ ചെയ്യണതെങ്കിൽ 31st ജാനുവരി 2020 ഫയൽ ചെയ്താൽ മതി. ഓക്കെ, കുറച്ചുകൂടി ടൈം കൂടുതൽ ഇലക്ട്രോണിക് റിട്ടേണിന് കിട്ടും. ദെൻ ഈ ഡേറ്റുകൾക്ക് ഒരു എക്സംഷനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് HMRC നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ അയക്കുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ HMRC നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ അയക്കുന്നത് ഒരു 31st ഒക്ടോബർ അല്ലെങ്കിൽ വേണ്ട, ഒരു 10th ഒക്ടോബർ 2019 HMRC നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ അയക്കുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എഴുതാനുള്ള എളുപ്പത്തിനാട്ടോ ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിനൊന്നും അങ്ങനെ യൂസ് ചെയ്യരുത്.
ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ HMRC സെൻഡ് ചെയ്യണത് 10th October 2019 ഓക്കെ. അപ്പോൾ നോർമലി പേപ്പർ റിട്ടേണിൻ്റെ ഡേറ്റ് എന്നാണ്? 31st October 2019 നോർമലി എന്ത് ചെയ്യണം? പേപ്പർ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കാണ് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയത് 10th October 2019 അപ്പോൾ നമ്മളോട് HMRC ഒരു എക്സംഷൻ തരുന്നുണ്ട് ഡേറ്റിന്. ഒന്നെങ്കിൽ 31st October 2019, അതല്ലെങ്കിൽ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷമുള്ള 3 months. നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയത് എപ്പോഴാണ്? 10th October 2019. അപ്പോൾ അവിടെ മുതൽ ഒരു 3 months എടുക്കുക. അപ്പോൾ ഒക്ടോബർ കഴിയുമ്പോൾ നവംബർ, ഡിസംബർ, ജാനുവരി. അപ്പോൾ 10th October 2019 മുതൽ 3 months എടുക്കുക. അപ്പോൾ 9th January 2020. ഇങ്ങനെ 2 ഡേറ്റ്സ് എടുക്കുക. നമ്മുടെ നോർമൽ ഡേറ്റ്, നോർമലി പേപ്പർ റിട്ടേണിൻ്റെ ഡേറ്റ് 31st October 2019 ആണ്. ആ ഡേറ്റ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷമുള്ള 3 months, അങ്ങനെയുള്ള ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഡേറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇതിലേതാണോ ലേറ്റർ ഡേറ്റ്, ഇതിൽ ലേറ്റർ ഡേറ്റ് ഏതാണോ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പേപ്പർ വൈസ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് HMRC ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നോട്ടീസ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത്, അല്ലേ? ഒക്ടോബറായി HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ തന്നപ്പോൾ. അപ്പോൾ നമുക്ക് 31st October 2019 അതേപോലെ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷം 3 months നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 9th January 2020. അപ്പോൾ ഈ 2 ഡേറ്റിൽ ലേറ്റർ ഡേറ്റ് ഏതാ? ഡെഫിനറ്റ്ലി 9th January 2020 ആണ് ലേറ്റർ ഡേറ്റ്. അപ്പോൾ നമുക്ക് 9th January 2020 എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ പേപ്പർ വൈസ് ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. 31st October ആണ് നോർമലി പേപ്പർ റിട്ടേണിൻ്റെ ഡെഡ് ലൈൻ. പക്ഷേ അതിലൊരു എക്സംഷൻ ഉണ്ട്. എന്താണ് എക്സംഷൻ? ഇൻ കേസ് HMRC തരുന്ന നോട്ടീസ് ഓഫ് റിട്ടേൺ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടണതെങ്കിൽ നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടുന്ന ഡേറ്റ് മുതൽ 3 monthsനുള്ളിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതി. അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് റിട്ടേണിനും ഇതേപോലെ എക്സംഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണിക് റിട്ടേണിൻ്റെ നോർമൽ ഡെഡ് ലൈൻ 31st January. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 31st January 2020. ഇതാണ് നോർമൽ ഇലക്ട്രോണിക്കലി നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇൻ കേസ് HMRC നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ തരണത് ഒരുപാട് ലേറ്റ് ആയിട്ടാണെന്ന് വിചാരിക്കുക. നോട്ടീസ് ഓഫ് റിട്ടേൺ HMRC നമുക്ക് ഇഷ്യൂ ചെയ്യണത് ഒരു 16th December 2019 വിചാരിക്കുക. ടാക്സ് ഇയർ 2018-19 ആണ്. അപ്പോൾ 18-19 ടാക്സ് ഇയർ കഴിഞ്ഞിട്ട് HMRC നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ തരണത് എപ്പോഴാണ്? 16th December 2019 ഭയങ്കര ലേറ്റായി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കലി റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് എങ്ങനെ നമ്മുടെ ഡെഡ് ലൈൻ എന്നായിരിക്കും റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള? 2 ഡേറ്റ്സിൽ ലേറ്റർ ഡേറ്റ് ആയിരിക്കും. ഒന്ന് നോർമൽ ഡേറ്റ്, നോർമൽ ഇലക്ട്രോണിക്കലി റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള നോർമൽ ഡേറ്റ് 31st January 2020. രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷമുള്ള 3 months, അതായത് 16th December 2019 ആണ് നമുക്ക് നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടുന്നത്. അവിടെ മുതൽ 3 മാസം എടുക്കുക. ഇപ്പോൾ ഡിസംബർ കഴിയുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 15th March 2020. അപ്പോൾ ഈ നോട്ടീസ് ഓഫ് റിട്ടേൺ കിട്ടിയതിന് ശേഷം ഉള്ള 3 months അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡേറ്റ്, ഈ 2 ഡേറ്റ്സിൽ ഏതാണോ ലേറ്റർ ഡേറ്റ്, ഈ 2 ഡേറ്റിലുള്ള ലേറ്റർ ഡേറ്റ് ഏതാണോ അതിനുള്ളിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ലേറ്റർ ഡേറ്റ് ഏതാണ്? 15th March 2020 ആണ് ഈ 2 ഡേറ്റ്സിൽ ലേറ്റർ ഡേറ്റ്. അപ്പോൾ നമുക്ക് 15th March 2020 എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോണിക്കലി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള 2 മെത്തേഡുകൾ. ഇതാണ് പേപ്പർ റിട്ടേൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റിട്ടേൺ. ഇപ്പോൾ പേപ്പർ റിട്ടേണും ഇലക്ട്രോണിക് റിട്ടേണും നോർമലി ഉള്ള റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st October 31st January ആണ്. അതിൽ എക്സ്റ്റെൻഡ് ആവാം. എപ്പോഴാണ് എക്സ്റ്റെൻഡ് ആവുക? നമുക്ക് HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ തരുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണെങ്കിൽ ആ നോട്ടീസ് ഓഫ് റിട്ടേൺ നമ്മൾ റിസീവ് ചെയ്യുന്ന ഡേറ്റ് മുതൽ 3 months എടുക്കാം. അത് നമ്മുടെ ഈ നോർമൽ ഡേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോർമൽ ഡേറ്റും കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോട്ടീസ് ഓഫ് റിട്ടേൺ കഴിഞ്ഞിട്ടുള്ള 3 month വരുന്നതെങ്കിൽ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും പീരീഡ് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ 2 മെത്തേഡ് ഓഫ് ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ
എന്ന് വരെ നമ്മുടെ ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഓരോ ടാക്സ് ഇയറിലും നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാവും. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ നമ്മൾ മേ ബി കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം. അതേപോലെ ട്രേഡിംഗ് ഇൻകം നമ്മൾ ഇൻകം ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഇൻകം എവിടെ നിന്ന് കിട്ടുക? നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ട്രേഡിംഗ് ഇൻകം ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ നമ്മുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എത്ര നാൾ നമ്മൾ ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം? ഓക്കെ, എത്ര കാലം നമ്മൾ ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം? അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരാൾ ബിസിനസ് ആണെങ്കിൽ, ഒരാൾ ട്രേഡർ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ട്രേഡറാണ്, ഞാനിപ്പോൾ 2018-19 ടാക്സ് ഇയറിൽ ഞാനൊരു ട്രേഡർ ആണെന്ന് വിചാരിക്കുക. എനിക്ക് ട്രേഡിംഗ് ഇൻകം ഉണ്ട്. അപ്പോൾ ഒരു 2018-19 ടാക്സ് ഇയറിൽ ഞാനൊരു ട്രേഡറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രേഡിംഗ് ഇൻകം ഉണ്ട്. അത് ഞാൻ ഇൻകം ടാക്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവും അല്ലേ? അതേപോലെ വേറെ ഏതെങ്കിലും ഇൻകംസ് ഞാൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടാവും. ഈ ഡോക്യുമെൻറ്റ്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്ര നാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി എടുക്കുക. അപ്പോൾ ഈ 2018-19 കഴിഞ്ഞിട്ട് വരുന്ന 31st ജാനുവരി ഏതായിരിക്കും? 31st ജാനുവരി 2020 അല്ലേ? അപ്പോൾ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി അവിടെ മുതൽ 5 ഇയേഴ്സ് ഞാൻ എന്ത് ചെയ്യണം? ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഞാനൊരു ട്രേഡർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി മുതൽ അവിടെ മുതൽ 5 ഇയേഴ്സ്, അത്രയും കാലം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഈ 2018-19 ടാക്സ് ഇയറിലെ ഡോക്യുമെൻറ്റ്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നേരെ മറിച്ച് ഞാനൊരു ട്രേഡർ അല്ല, ഞാൻ ട്രേഡിംഗ് നടത്തുന്നില്ല. 2018-19 ടാക്സ് ഇയറിൽ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻകം, പ്രോപ്പർട്ടി ഇൻകം, ഡിവിഡൻഡ് ഇൻകം, അങ്ങനെയുള്ള അതർ ദാൻ ട്രേഡിംഗ് ഇൻകംസ് മാത്രമേ എൻ്റെ കയ്യിൽ 2018-19 അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി, അതായത് 2018-19 ആകുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന 31st ജാനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st ജാനുവരി 2020. 31st ജാനുവരി 2020 മുതൽ 1 ഇയർ വരെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് 31st ജാനുവരി 2021 വരെ ഞാനിത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ട്രേഡർ ആണെങ്കിൽ എത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യണം? 31st ജാനുവരി 2020 മുതൽ 5 ഇയേഴ്സ്, 21, 22, 23, 24, 25. 31st ജാനുവരി 2025 വരെ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ട്രേഡർ ആണെങ്കിൽ 2018-19 ടാക്സ് ഇയറിലെ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര എമൗണ്ട് ടാക്സ് പേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ക്ലെയിംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെ ഡിഡക്റ്റ് ചെയ്തു, ചുരുക്കി പറഞ്ഞ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെയും CGT-യുടെയും കംപ്ലീറ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുക. അതേപോലെ ഏത് ടൈമിൽ ഇത് പേ ചെയ്യണം, ഇനി പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വരുന്ന പെനാൽറ്റീസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകും. ഓരോ ഡേറ്റുകളും ഓരോ പെനാൽറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് വേണം നമുക്ക് 2 രീതിയിൽ ഫയൽ ചെയ്യാം. പേപ്പർ റിട്ടേണിൽ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം. അപ്പോൾ ഈ പേപ്പർ റിട്ടേണിൽ ഫയൽ ചെയ്യുമ്പോൾ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് തന്നെ പേപ്പർ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് പേപ്പർ റിട്ടേൺ ത്രൂ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം കാണിച്ച് നമുക്ക് തന്നെ HMRCക്ക് പേപ്പർ റിട്ടേൺ ത്രൂ എന്ത് ചെയ്യാം? നമ്മുടെ ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അതല്ലാതെ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ HMRCനോട് റിക്വസ്റ്റ് ചെയ്യാം, നമ്മുടെ ടാക്സ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ HMRC തന്നെ ചെയ്തു തരും നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് ചെറിയൊരു കണ്ടീഷനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, HMRC നമ്മുടെ ടാക്സ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്ത് തരണമെങ്കിൽ, പേപ്പർ വൈസ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ HMRC ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേപ്പർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31st ഒക്ടോബറിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? പേപ്പർ റിട്ടേൺ ത്രൂ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതായത് നമ്മുടെ ഇൻകംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ എക്സംഷൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം HMRCക്ക് ഫയൽ ചെയ്ത് കൊടുക്കണം. എന്ന് 31st ഒക്ടോബറിനുള്ളിൽ ഫയൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ
നമുക്ക് നോട്ടീസ് വരുന്നത് ലേറ്റ് ആയിട്ടാണെങ്കിൽ, ഇൻ കേസ് HMRCയുടെ നോട്ടീസ് വരുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണെങ്കിൽ, നോട്ടീസ് കിട്ടി 2 മന്തിൻ്റെ ഉള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫയൽ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇൻകം സോഴ്സസും കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ടീസ് കിട്ടി 2 മന്തിൻ്റെ ഉള്ളിലെങ്കിലും HMRCനെ ഫയൽ ചെയ്യുക. ഓക്കെ, HMRCനെ ഇൻഫോം ചെയ്യുക. എന്നാൽ HMRC എന്ത് ചെയ്യും, നമ്മുടെ കാൽക്കുലേഷനൊക്കെ HMRC തന്നെ ചെയ്തു തരും. അപ്പോൾ നമുക്ക് പ്രോപ്പർ ടൈമിൽ നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, ടാക്സ് ഇയർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 31 ഒക്ടോബറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, HMRCക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മുടെ ഇൻകംസ് എന്തൊക്കെയാണ് എന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് HMRCനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ HMRC തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം ചെയ്തു തരും. ഇനി ഇൻ കേസ് ലേറ്റ് ആയിട്ടാണ് റിട്ടേൺ കിട്ടണതെങ്കിൽ വിത്തിൻ 2 മന്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മുടെ റിട്ടേൺസ് ഫയൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ HMRC തന്നെ നമ്മുടെ കാൽക്കുലേഷൻ എല്ലാം ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അതേപോലെ സെൽഫ് അസസ്മെൻറ്റ് നമുക്ക് അമെൻഡ് ചെയ്യാം. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്യുമല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അമെൻഡ് ചെയ്യാൻ പറ്റണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അമെൻഡ് ചെയ്യാം. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താനുണ്ടാകാം. ചിലപ്പോൾ ഞാൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഏതെങ്കിലും ഒരു ഇൻകം ആഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് റിട്ടേൺ എനിക്ക് എന്ത് ചെയ്യാം, അമെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ എത്ര നാളിനുള്ളിൽ, അല്ലെങ്കിൽ ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് എത്ര നാളിനുള്ളിൽ എനിക്കതിനെ അമെൻഡ് ചെയ്യാൻ പറ്റും, അത് നമ്മളോട് പറയണത് ഇങ്ങനെയാണ്. നമ്മളൊരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് വിത്തിൻ 12 മന്ത്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്ന് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഫയലിംഗ് ഡേറ്റ് മുതൽ വിത്തിൻ 12 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഫയലിംഗ് ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളോട് പറഞ്ഞു ഫയലിംഗ് ഡേറ്റ് മുതൽ 12 മന്ത് വരെ സമയമുണ്ട് എന്തിന്, നമുക്ക് ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഫയലിംഗ് ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ഫയലിംഗ് ഡേറ്റ് അല്ല. ഓക്കെ, ഫയലിംഗ് ഡേറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 31 ജാനുവരി ഇൻ ദി ഫോളോയിങ് ഇയർ, നമ്മുടെ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി. ഓക്കെ, ഇപ്പോൾ പേപ്പർ റിട്ടേണോ ഇലക്ട്രോണിക് റിട്ടേണോ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ പേപ്പർ റിട്ടേൺ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു 31 ഓഗസ്റ്റിന് തന്നെ 31 ഓഗസ്റ്റ് 2019 തന്നെ 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക. കറക്റ്റ് ടൈമിൽ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു, 31 ഓഗസ്റ്റ് 2018 പേപ്പർ റിട്ടേൺ ആണ് ഫയൽ ചെയ്തതെന്ന് വിചാരിക്കുക. പേപ്പർ റിട്ടേണിലൂടെ 31 ഓഗസ്റ്റ് 2019 ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. ദെൻ ഇതെനിക്ക് അമെൻഡ് ചെയ്യണം. ഇത് ഞാൻ ഈ ഡേറ്റിൽ ഞാനിത് ഫയൽ ചെയ്തെങ്കിലും പിന്നീട് ഇതെനിക്ക് അമെൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണ്, അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്, പിന്നീട് അമെൻഡ് ചെയ്യണം എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ എനിക്ക് അമെൻഡ് ചെയ്യാനായിട്ട് ഏത് ഡേറ്റ് വരെ എനിക്ക് അമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളോടുകൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫയലിംഗ് ഡേറ്റ് മുതൽ 12 മന്ത് വരെ. ഓക്കെ, ഫയലിംഗ് ഡേറ്റ് മുതൽ 12 മന്ത് വരെ സമയമുണ്ട് എന്തിന്, എൻ്റെ ടാക്സ് റിട്ടേൺ എനിക്ക് അമെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആക്ച്വൽ ഫയലിംഗ് ഡേറ്റ് അല്ല. നമ്മളോട് ഫയലിംഗ് ഡേറ്റ് മുതൽ 12 മന്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ആക്ച്വൽ ഫയലിംഗ് ഡേറ്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളോട് പറയുന്നത് 31 ജാനുവരി ഫോളോയിങ് ദി ടാക്സ് ഇയർ, അതാണ് ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി, അപ്പോൾ അതെന്നായിരിക്കും 31 ജാനുവരി 2020. ഇതിനെയാണ് നമ്മൾ ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആക്ച്വലി ഫയൽ ചെയ്തത് ഈ ഡേറ്റിലാണെങ്കിലും 31 ഓഗസ്റ്റിനാണ് നമ്മൾ ആക്ച്വലി ഫയലിംഗ് നടത്തിയതെങ്കിലും നമ്മളോട് പറയാണ് അമെൻമെൻറ്റിൻ്റെ കാര്യത്തിന് ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 31 ജാനുവരി മുതൽ 12 മന്ത്സ് നമുക്ക് എടുക്കാം, 12 മന്ത്സ് എടുക്കാം. അപ്പോൾ ഈ 31 ജാനുവരി 2020 കഴിഞ്ഞിട്ട് 12 മന്ത് എടുക്കുമ്പോൾ 31 ജാനുവരി 2020. അപ്പോൾ ഈ ഡേറ്റിനുള്ളിൽ, അപ്പോൾ 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് റിട്ടേൺ ആണ്, ഞാനത് കറക്റ്റായിട്ട് 31 ഓഗസ്റ്റ് 2019 ഫയൽ ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുകയാണ് അത് അമെൻഡ് ചെയ്യണം. അപ്പോൾ എന്നോട് പറയാണ് ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 31 ജാനുവരി 2020 എന്തായിട്ട് എടുക്കുക, ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ഫയലിംഗ് ഡേറ്റ് മുതൽ 1 ഇയർ എടുക്കാം. അപ്പോൾ 31 ജാനുവരി 2020 നമുക്ക് കിട്ടി, 2021. അപ്പോൾ 31 ഓഗസ്റ്റ് 2021 എനിക്ക് എന്ത് ചെയ്താൽ മതി, അമെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ
അമെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇൻ കേസ് 1 സെക്കൻഡ്, ഇൻ കേസ് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണെന്ന് വിചാരിക്കുക. ടാക്സ് റിട്ടേൺ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്തത്, അതായത് ടൈംലി ഫയലിംഗ് നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് HMRC നോട്ടീസ് തരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ HMRC നമുക്ക് നോട്ടീസ് തന്നത് ഒരു 15th ഡിസംബറിലാണെന്ന് വിചാരിക്കുക. 15th ഡിസംബർ 2019. ഓക്കെ, നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം 2018-19 ടാക്സ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ 2018-19 ടാക്സ് ഇയർ കഴിഞ്ഞു. HMRC നമുക്ക് നോട്ടീസ് തരുന്നത് 15th ഡിസംബർ 2019ലാണ്. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് HMRC നമുക്ക് എന്ത് തരുന്നത്, നോട്ടീസ് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൻ്റെ ഫയലിംഗ് ഡേറ്റ് ആയിട്ട് നമ്മളെന്ന് എടുക്കുക. ഇപ്പോൾ 15th ഡിസംബറിൽ എനിക്ക് നോട്ടീസ് കിട്ടി, ഞാനത് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തു. അപ്പോൾ നോട്ടീസ് കിട്ടി വിത്തിൻ 3 മന്തിൻ്റെ ഉള്ളിൽ ഞാൻ ഫയൽ ചെയ്താൽ മതിയല്ലോ. എനിക്ക് 15th ഡിസംബറിൽ നോട്ടീസ് കിട്ടി, ഞാനത് ഫയൽ ചെയ്യണത് ഒരു 15th ജാനുവരി 2020 ആയപ്പോൾ തന്നെ ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. പക്ഷേ HMRC നമുക്ക് എന്താ തന്നിരിക്കുന്നത്, നോട്ടീസ് ഓഫ് റിട്ടേൺ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ നമുക്ക് തരണതെങ്കിൽ നമുക്ക് ഈ ടാക്സ് റിട്ടേൺ, ഈ ഡേറ്റിൽ ഞാൻ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തല്ലോ, ഈ ഡേറ്റിൽ ഞാൻ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചും കൂടി സമയം അധികം കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് ഡേറ്റ് വരെ എനിക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 15th ഡിസംബറിലല്ലേ HMRC നോട്ടീസ് തരണത്. അപ്പോൾ 31st ഒക്ടോബറിന് ശേഷമാണ് HMRC നോട്ടീസ് തരണതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ തരുന്ന ഡേറ്റ് മുതൽ 3 months എടുക്കുക. ഓക്കെ, HMRC നോട്ടീസ് ഓഫ് റിട്ടേൺ തന്ന ഡേറ്റ് മുതൽ 3 months. 15th ഡിസംബറിലാണ് HMRC എനിക്ക് നോട്ടീസ് തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 14th മാർച്ച് 2019. ഓക്കെ, നമുക്ക് HMRC നോട്ടീസ് തന്ന ഡേറ്റ് മുതൽ 3 months എടുക്കുക. അപ്പോൾ 14th മാർച്ച് 2019 കിട്ടി. ഈ ഡേറ്റ് മുതൽ 1 year എടുക്കുക. ഓക്കെ, ഈ ഡേറ്റ് മുതൽ HMRC നോട്ടീസ് തന്ന ഡേറ്റിൽ നിന്ന് 3 months എടുക്കുക. ആ 3 month നമുക്ക് 14th മാർച്ച് എന്ന് കിട്ടി. 14th മാർച്ച് 2019 അല്ല, സോറി 2020, 14th മാർച്ച് 2020. അപ്പോൾ ഈ 14th മാർച്ച് 2020 മുതൽ 3 months 1 year എടുക്കുക. ഓക്കെ, 14th മാർച്ച് 2020 മുതൽ 1 year എടുക്കുമ്പോൾ 14th മാർച്ച് 2021 ഈ ഡേറ്റ് വരെ എനിക്ക് എൻ്റെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടും. അതായത് HMRC ലേറ്റ് ആയിട്ടാണ്, HMRC 31st ഒക്ടോബറിന് ശേഷമാണ് നമുക്ക് നോട്ടീസ് തരണതെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ പിന്നെ നമുക്ക് അമെൻഡ് ചെയ്യണം. അപ്പോൾ അമെൻഡ് ചെയ്യണമെങ്കിൽ എത്ര ടൈം പീരീഡ് കിട്ടും? അപ്പോൾ ലേറ്റ് ആയിട്ടാണ് HMRC നോട്ടീസ് തന്നിരിക്കുന്നത് അല്ലേ, നമുക്ക് ഡിസംബറിലാണ് HMRC നോട്ടീസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ നോട്ടീസ് കിട്ടിയ ഡേറ്റ് മുതൽ 3 months എടുക്കുക. അപ്പോൾ നമുക്ക് 14th മാർച്ച് 2020 ആണ് നോട്ടീസ് കിട്ടിയതിന് ശേഷമുള്ള 3 months എന്ന് പറയുന്നത്. ആ 3 month ഡേറ്റിൽ നിന്ന് 1 year, ഇപ്പോൾ 14th മാർച്ച് 2021, അപ്പോൾ എനിക്ക് 14th മാർച്ച് 2021 വരെ സമയമുണ്ട്. ഏത് ഡേറ്റിലെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാൻ? 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാൻ എനിക്ക് എന്ന് വരെ സമയം കിട്ടുകയാണ്? 14th മാർച്ച് 2021 വരെ സമയം കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ HMRC 31st ഒക്ടോബറിന് ശേഷമാണ് നോട്ടീസ് തരണതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കമ്പ്യൂട്ടേഷൻ ചെയ്യാം. ഓക്കെ, നോട്ടീസ് കിട്ടേണ്ട ഡേറ്റ് മുതൽ 3 months എടുക്കുക, അവിടുന്ന് 1 year, അത്രയും ടൈം പീരീഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്താൽ മതി. ഇൻ കേസ് 31st ഒക്ടോബറിന് മുമ്പേ തന്നെ HMRC നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയലിംഗ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 31st ജാനുവരിയാണ്. 31st ജാനുവരി മുതൽ 1 year എടുക്കുക, അതിനുള്ളിൽ നമുക്ക് ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈം പീരീഡ് ഉണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇൻകം ടാക്സും CGTയും NICയും എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. ഇൻകം ടാക്സ്, CGT, NIC ഇത് മൂന്നുമാണ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റിലൂടെ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, NICs, ഇൻകം ടാക്സ്, CGT ഈ 3 കാര്യങ്ങളാണ് സെൽഫ് അസസ്മെൻറ്റിലൂടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക, ഏതൊക്കെ ഡേറ്റിലാണ് പേയ്മെൻറ്റ് നടത്തുക? അപ്പോൾ നമ്മൾ ഈ സെൽഫ് അസസ്മെൻറ്റിലൂടെ നമ്മൾ പേയ്മെൻറ്റ്സ് നടത്തുമ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് പേയ്മെൻറ്റ്സ് നടത്തുക. 3 ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇപ്പോൾ നമുക്ക് 2018-19 ടാക്സ് ഇയർ തന്നെ അഗെയിൻ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. 2018-19 ടാക്സ് ഇയറിൽ എനിക്ക് ഇൻകം ടാക്സ് ഉണ്ടാവും, CGT ഉണ്ടാവും, അതേപോലെ NIC ഉണ്ടാവും. ഈ 3 കാര്യങ്ങളും 2018-19 ടാക്സ് ഇയറിൽ എനിക്കുണ്ടാവും. അപ്പോൾ ഇത് ഏതൊക്കെ ഡേറ്റിൽ ഞാൻ പേ ചെയ്യണം? അപ്പോൾ നമ്മളോട് പറഞ്ഞു 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഈ ടാക്സുകൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഏതൊക്കെ ഡേറ്റിലാണ് ഈ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡ്യൂ ആവുന്നത്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഈ 2018-19 ടാക്സ് ഇയർ കഴിയുന്നതിന് തൊട്ട് മുമ്പുള്ള 31 ജാനുവരി. ഓക്കെ, അപ്പോൾ 2018-19 ടാക്സ് ഇയർ എന്നാണ് കഴിയുക? 2019 ഏപ്രിലാണ് കഴിയുക. അപ്പോൾ ഈ 19 ഏപ്രിലിന് തൊട്ട് മുമ്പുള്ള 31 ജാനുവരി. ഓക്കെ, നമ്മുടെ ടാക്സ് ഇയറിൻ്റെ ഉള്ളിലുള്ള 31 ജാനുവരി. ഓക്കെ, അപ്പോൾ ടാക്സ് ഇയറിൻ്റെ ഉള്ളിലുള്ള 31 ജാനുവരി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 31 ജാനുവരി 2019. ഓക്കെ, ടാക്സ് ഇയറിൻ്റെ ഉള്ളിലുള്ള 31 ജാനുവരി നമ്മൾ എടുത്തു. ഈ ഡേറ്റിനാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് നമ്മൾ പേയ്മെൻറ്റ് നടത്തും. അത് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് നമ്മുടെ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജൂലൈ. ഓക്കെ, ടാക്സ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന 31 ജൂലൈ. അപ്പോൾ 2018-19 ടാക്സ് ഇയർ എപ്പോഴാണ് കഴിയുക? 2019 ഏപ്രിൽ കഴിയും. അത് കഴിഞ്ഞ് വരുന്ന 31 ജൂലൈ. അപ്പോൾ 31 ജൂലൈ 2019. ഓക്കെ, ടാക്സ് ഇയർ കഴിഞ്ഞിട്ടുള്ള അടുത്ത 31 ജൂലൈ എന്ന് പറഞ്ഞാൽ 31 ജൂലൈ 2019 ആണ്. ഈ ഡേറ്റിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുക. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി. ഓക്കെ, ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി. അപ്പോൾ 2018-19 ടാക്സ് ഇയർ 2019 ഏപ്രിൽ എൻഡായി. അത് കഴിഞ്ഞ് വരുന്ന 31 ജാനുവരി എന്ന് പറയുന്നത് 31 ജാനുവരി 2020. ഈ ഡേറ്റിലാണ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018-19 ടാക്സ് ഇയറിലെ ടാക്സ് ആണല്ലോ, ഇൻകം ടാക്സും CGT NIC അല്ലേ നമ്മൾ ഈ 3 ഡേറ്റ്സിലായിട്ട് പേ ചെയ്യണത്. അപ്പോൾ ശരിക്കും ടാക്സ് ഇയർ എന്നേ കഴിയുള്ളൂ? 2018-19 ടാക്സ് ഇയർ 2019 ഏപ്രിലേ കഴിയുള്ളൂ. ഏപ്രിലാണ് ടാക്സ് ഇയർ കഴിയുള്ളൂ. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഏത് ഡേറ്റിലാണ്? 31 ജാനുവരി 2019. അപ്പോൾ ടാക്സ് ഇയർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആവും? നമ്മുടെ ടാക്സ് ഇയർ ഏപ്രിലല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഏപ്രിലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ടാക്സ് ഇയറിൽ എത്ര ടാക്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ടാക്സ് ഇയർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എത്ര അടയ്ക്കണം, നമ്മളെങ്ങനെ ഫൈൻഡ് ചെയ്യും? അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഓരോ ഡേറ്റിലുള്ള പേയ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത്, ഈ ഫസ്റ്റ് പേയ്മെൻറ്റും സെക്കൻഡ് പേയ്മെൻറ്റും നമ്മൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്നാണ് വിളിക്കുക. പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്. ഈ 2 പേയ്മെൻറ്റ്സും ഈക്വൽ എമൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സ് രണ്ടും ഈക്വൽ എമൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്താണ്, 31 ജാനുവരി 2019 നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്യുന്നുണ്ടോ അതേ എമൗണ്ട് തന്നെ 31 ജൂലൈ 2019 പേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം ഈ മൂന്നാമത്തെ പേയ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബാലൻസിങ് പേയ്മെൻറ്റ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ പേയ്മെൻറ്റ് ബാലൻസിങ് പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് ഓരോ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഈ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലൂടെ നമ്മൾ പേ ചെയ്യണത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻകം ടാക്സ്, CGT, NIC, ഈ 3 കാര്യങ്ങളാണ് ഈ സെൽഫ് അസസ്മെൻറ്റിലൂടെ 3 ഡേറ്റ്സിലായിട്ട് നമ്മൾ പേ ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും രണ്ടാമത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും കൂടി നമ്മൾ പേ ചെയ്യണത് ഇൻകം ടാക്സ് പ്ലസ് ക്ലാസ് 4 NIC. ഇൻകം ടാക്സ്, ക്ലാസ് 4 NIC, ഈ സാധനങ്ങളാണ് നമ്മൾ 2 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിൽ കൊടുക്കുക. ഇൻകം ടാക്സ് പ്ലസ്
ക്ലാസ് 4 NIC. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സും ക്ലാസ് 4 NIC നമ്മൾ ഈ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്സിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തുക. ഇനി ഈ ബാലൻസിങ് പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ബാലൻസിങ് പേയ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക? നമ്മുടെ CGT, അതേപോലെ ക്ലാസ് 2 NIC, CGT പേ ചെയ്യും, അതേപോലെ ക്ലാസ് 2 NIC നമ്മൾ പേ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ബാലൻസിങ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു എമൗണ്ടും കൂടി നമ്മൾ ഈ ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ആ 2 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടും ഒരു ബാലൻസിങ് പേയ്മെൻറ്റും, അങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സും CGTയും NICയും പേ ചെയ്യണത്. അപ്പോൾ ഈ 2 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും കൂടി നമ്മൾ പേ ചെയ്യണത് ഏതൊക്കെ സാധനങ്ങളാണ്? ഇൻകം ടാക്സും ക്ലാസ് 4 NICയും. സെക്കൻഡ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിലും ഇൻകം ടാക്സും ക്ലാസ് 4 NICയും. ഇനി ബാലൻസിങ് പേയ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ് നടത്തും? നമ്മൾ CGT, ക്ലാസ് 2 NIC, അതേപോലെ ബാലൻസിങ് പേയ്മെൻറ്റ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ബാലൻസിങ് പേയ്മെൻറ്റിലാണ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ ടാക്സ് ഇയർ കഴിയണേക്ക് മുമ്പ് തന്നെ, ഇപ്പോൾ നമ്മൾ ഈ 2018-19 ടാക്സ് ഇയറിൻ്റെ കാര്യമാണല്ലോ ഈ പറയണത്. അപ്പോൾ ഈ 2018-19 ടാക്സ് ഇയർ കഴിയണേക്ക് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ പോസിബിൾ ആകും? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2018-19 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക 2017-18 ടാക്സ് ഇയറിൻ്റെ ഇൻകംസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് 2018-19 ടാക്സ് ഇയറിലെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് പ്രീവിയസ് ടാക്സ് ഇയറിലെ ഇൻകംസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ടാക്സ് ഇയറിൽ എത്ര ഇൻകം ടാക്സ് ഉണ്ട് എന്ന് നോക്കുക, പ്രീവിയസ് ടാക്സ് ഇയറിൽ എത്ര ക്ലാസ് 4 NIC ഉണ്ട് എന്ന് നോക്കുക. ഓക്കെ, പ്രീവിയസ് ടാക്സ് ഇയറിലെ, ഓക്കെ 2018-19 ടാക്സ് ഇയറിലെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2017-18 ടാക്സ് ഇയറിൽ എത്ര ഇൻകം ടാക്സ് ഉണ്ട്, 2017-18 ടാക്സ് ഇയറിൽ എത്ര NIC ഉണ്ട് എന്നുള്ളത് നമ്മൾ ക്ലാസ് 4 NIC എത്രയുണ്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ 2017-18 ടാക്സ് ഇയറിൽ ഒരു എക്സാമ്പിൾ പറയാണ്, 2017-18 ടാക്സ് ഇയറിൽ നമുക്കുണ്ടായിരുന്ന ഇൻകം ടാക്സും ക്ലാസ് 4 NICയും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയതൊരു 18,000 ആണെന്ന് വിചാരിക്കുക. അതായത് 2017-18 18,000 ആണ് ഇൻകം ടാക്സും ക്ലാസ് 4 NICയും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കറണ്ട് ഇയറിലും സെയിം എമൗണ്ട് ഓഫ് ഇൻകം ടാക്സും ക്ലാസ് 4 NIC ആണ് വരിക എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ അതേ എമൗണ്ടിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, 50-50% ആക്കും, 50% ആക്കും. അപ്പോൾ 18,000 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 9,000 and 9,000 അല്ലേ? അപ്പോൾ നമ്മൾ 2018-19 ടാക്സ് ഇയറിൽ ആദ്യത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിൻ്റെ ഡേറ്റ് എന്നാണ്? 31st January 2019. 2018-19 ടാക്സ് ഇയറിലെ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് ഡേറ്റ് ഇതല്ലേ? അപ്പോൾ ഈ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സും ക്ലാസ് 4 NIC നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, 18,000 ആണെന്ന് മനസ്സിലായി, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 9,000 അതിലൊരു 9,000 നമ്മൾ ഈ ഡേറ്റിൽ പേ ചെയ്യും. അതായത് പ്രീവിയസ് ഇയറിൽ അതേ ടാക്സ് ഇപ്പോഴും വരുള്ളൂ എന്നുള്ള അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സിനെയും ക്ലാസ് 4 NICനെയും കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്, ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിൽ ഒരു പോർഷനാണ് നമ്മൾ 31st January കൊടുക്കുന്ന ഫസ്റ്റ് പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്നാണ്? 31st July 2019. ആ ഡേറ്റിൽ നമ്മൾ രണ്ടാമത്തെ 9,000 കൊടുക്കും, രണ്ടാമത്തെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും, കാരണം പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സും ക്ലാസ് 4 NIC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതിന് നേരെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ എമൗണ്ട്സ് ആണ് നമ്മൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കറണ്ട് ടാക്സ് ഇയറിൽ പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തി. ഇനി ബാലൻസിങ് പേയ്മെൻറ്റ് വരുന്നുണ്ടല്ലോ, 31st January 2020. ഇവിടെയാണ് ബാലൻസിങ് പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 9,000 കൊടുത്തിട്ടുണ്ടല്ലോ, 18,000 ഓൾറെഡി നമ്മൾ ഇൻകം ടാക്സിനും ക്ലാസ് 4 NICക്കുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സ് ഇയർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആക്ച്വൽ ഇൻകം ടാക്സും ക്ലാസ് 4 NIC എത്രയാണെന്നുള്ളത്. നമ്മൾ പ്രീവിയസ് ഇയറിൽ അതേ എമൗണ്ട് വരും എന്നുള്ള ബേസിസിലാണ് 9,000 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ആക്ച്വൽ ക്ലാസ് 4 NICയും ഇൻകം ടാക്സും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്തു ഒരു 25,000 ആണ്
കറണ്ട് ഇയറിലെ, അതായത് 2018-19 ആക്ച്വൽ ഇൻകം ടാക്സും ക്ലാസ് 4 NIC എന്ന് പറയുന്നത് 25,000 ആണ്. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തത് പ്രീവിയസ് ഇയറിൽ അതേ എമൗണ്ട് വരുള്ളൂ എന്നുള്ള ബേസിസിലാണ് നമ്മൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ടിൽ 9,000 കൊടുത്തത്. ഓൾറെഡി അപ്പോൾ നമ്മൾ 18,000 എന്ത് ചെയ്തു, HMRCക്ക് പേ ചെയ്തു. ദെൻ അതിനുശേഷം ആക്ച്വൽ ഇൻകം ടാക്സും ക്ലാസ് 4 NIC എന്ന് പറയുന്നത് 25,000 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി കുറച്ച് എമൗണ്ട് കൂടി നമ്മൾ HMRCക്ക് പേയ്മെൻറ്റ് നടത്തണ്ടേ? എത്ര എമൗണ്ട് കൂടി HMRCക്ക് കൊടുക്കണം? 18,000 ഓൾറെഡി പേ ചെയ്തല്ലോ, ബാക്കി ഒരു 7,000 കൂടി HMRCക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, 7,000 എങ്ങനെ കിട്ടി? 25,000 ആക്ച്വലി വന്ന ഇൻകം ടാക്സ് ആൻഡ് ക്ലാസ് 4 NIC ലൈബിലിറ്റി. ദെൻ അതിൽ ഓൾറെഡി നമ്മൾ 18,000 പേയ്മെൻറ്റ് നടത്തി. ഓക്കെ, അപ്പോൾ ഇനി എത്ര എമൗണ്ടും കൂടി പേ ചെയ്യണം? 7,000. അപ്പോൾ ഈ ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ ഡേറ്റിലാണ് ഈ ബാക്കി വരുന്ന 7,000 നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അതിനെയാണ് നമ്മൾ ബാലൻസിങ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുക. അതുകൂടാതെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാലൻസിങ് പേയ്മെൻറ്റ് ഡേറ്റിലാണ് എന്തൊക്കെ പേ ചെയ്യേണ്ടത്? CGTയും ക്ലാസ് 2 NICയും. അപ്പോൾ ഈ 2018-19 ടാക്സ് ഇയറിൽ ഇയാൾക്ക് എത്ര CGT ഉണ്ടെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇയാളുടെ CGT പേയബിൾ എന്ന് പറയുന്നത് ഒരു 5,000 ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അത് ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇയാൾക്ക് ക്ലാസ് 2 NIC ഉണ്ട്. ക്ലാസ് 2 NIC ഒരു 200 ഉണ്ടെന്ന് വിചാരിക്കുക. അതും ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ ഡേറ്റിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടോ, ആക്ച്വലി എത്ര എമൗണ്ട് ആണോ നമ്മൾ പേ ചെയ്തത് അതിനേക്കാൾ എക്സ്ട്രാ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടോ, അതുണ്ടെങ്കിൽ നമ്മൾ ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ ഡേറ്റിലാണ് HMRCക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ CGT എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2018-19 ടാക്സ് ഇയറിൽ CGT എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആഡ് ചെയ്യാം. ദെൻ ക്ലാസ് 2 NIC ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് 12,200 ആണ് ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ ടോട്ടൽ നമുക്ക് വരിക. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയോ, നമ്മൾ ഈ 18,000 ആണ് പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സും ക്ലാസ് 4 NIC. അതിൻ്റെ ബേസിസിൽ നമ്മൾ 9,000 എന്ത് ചെയ്തു, പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ പ്രീവിയസ് ഇയറിനേക്കാൾ കൂടുതൽ തന്നെ കറണ്ട് ഇയറിൽ വരണമെന്ന് നിർബന്ധമില്ലല്ലോ. ചിലപ്പോൾ 18-19 ടാക്സ് ഇയറിൽ 17-18 ടാക്സ് ഇയറിനേക്കാളും കുറവ് ലൈബിലിറ്റി വരാം, അല്ലേ? പോസിബിളാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇൻ കേസ് 2018-19 ടാക്സ് ഇയറിൽ ക്ലാസ് 4 NICയും ഇൻകം ടാക്സ് ലൈബിലിറ്റിയും കൂടി വന്നത് 15,000 വന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, 15,000 വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആക്ച്വലി എത്ര എമൗണ്ട് പേയ്മെൻറ്റ് നടത്തി? 18,000 പേയ്മെൻറ്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 2 ഡേറ്റിൽ ഓൾറെഡി 18,000 നമ്മൾ HMRCക്ക് പേ ചെയ്തു. പക്ഷേ ആക്ച്വലി എമൗണ്ട് വന്ന് 5,000. അപ്പോൾ നമ്മൾ HMRCക്ക് എമൗണ്ട് കൂടുതൽ പേ ചെയ്തിരിക്കുകയാണ്, അല്ലേ? നമ്മൾ 15,000 പകരം HMRCക്ക് കൊടുത്തിരിക്കുന്നത് 18,000 ആണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് HMRCക്ക്? 3,000 HMRCക്ക് എക്സ്ട്രാ പേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബാലൻസിങ് പേയ്മെൻറ്റ് വരുമ്പോൾ ഈ എക്സ്ട്രാ നമ്മൾ പേ ചെയ്ത എമൗണ്ട് HMRC നമുക്ക് റീഫണ്ട് തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കിവിടെ 3,000 റീഫണ്ടാണ്. അപ്പോൾ അത്രയും കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ അടച്ചാൽ മതി. ഓക്കെ, 5,000 CGT ഉണ്ട്, 200 എന്തുണ്ട്, ക്ലാസ് 2 NIC ഉണ്ട്, പിന്നെ അതേപോലെ നമ്മൾ ഓവർ പേയ്മെൻറ്റ് നടത്തിയ ടാക്സ് 3,000 ഉണ്ട്. അപ്പോൾ അത്ര എമൗണ്ട് കുറച്ചിട്ട് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ എത്ര മാത്രം അടച്ചാൽ മതി? 5,200 നിന്ന് 2,200 മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓവർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണെങ്കിൽ ബാലൻസിങ് പേയ്മെൻറ്റിൻ്റെ ടൈമിൽ എന്ത് വരും? നമുക്കത് റീഫണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേയ്മെൻറ്റ്സ് നമ്മൾ നടത്തുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ.